ഇന്നെന്തായാലും നല്ല പട്ടിപ്പണി എടുത്തൊരു ദിവസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗുകളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനതൊക്കെ ഉറപ്പിച്ചു ഞാനൊരു മാനസിക രോഗിയാണെന്ന്. കാര്യം വേറൊന്നുമല്ല, ഓരോ ദിവസവും ഓരോ മൈൻഡായിരിക്കും കേട്ടോ. ഓരോ ദിവസമൊന്നും കൂട്ടണ്ട, ഓരോ ദിവസത്തെ ഓരോ സമയത്തും ഒരു ദിവസത്തിലെ ഓരോ സമയത്തും പല പല സ്വഭാവങ്ങളായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വേണ്ട പിന്നെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം. രാവിലെ മടിയായിട്ട് തന്നെ എഴുന്നേറ്റ് വന്നതായിരുന്നേ. രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് തിരുമ്മിക്കൊണ്ടിരുന്നത്. ആദ്യമെടുത്ത് തിരുമ്മിക്കൊണ്ടിരുന്ന തേങ്ങ കേടായി പോയതായിരുന്നു. പിന്നെ കളയാൻ വയ്യ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ ചുരണ്ടി ചുരണ്ടി എടുത്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് തിരുവുക കേട്ടോ ഇപ്പം. അപ്പോൾ പറഞ്ഞു വന്നത് രമണ വേറൊന്നുമല്ല, എൻ്റെ മടിയെ പറ്റി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും. അപ്പോൾ ഇന്നലെ കുറേ പേര് അതായത് നാക്കുടക്കുന്ന കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്തിനാന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൽ 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നലെ ഞാനിങ്ങനെ വ്ളോഗിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 15,000 ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പേര് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ് കേട്ടോ. കണ്ടു, കമൻസൊക്കെ കണ്ടു. ചിലതിനൊന്നും റിപ്ലൈ തരാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. നീലൂസ് ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ, ഇനിയിപ്പോൾ സ്കൂളിൽ പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്. തിങ്കളാഴ്ച തൊട്ട് നീലൂസും സ്കൂളിൽ പോയി തുടങ്ങും കേട്ടോ, LKGയിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യത്തിൽ ബിസി ആയിപ്പോയി. അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ദോശയും ചമ്മന്തിയാട്ടോ. ചേട്ടായും നീലൂസും കൂടെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട്. നീലൂസ് അവിടെ കുളിച്ചിട്ട് പുറത്തിറങ്ങി ഇന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇന്ന് അവധി ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആളെ കുളിപ്പിച്ച് സുന്ദരകുട്ടപ്പനാക്കി ഇങ്ങനെ നിർത്തിയേക്കുക. ഒന്നീ അവൻ കളിക്കാൻ പോവും, ഇല്ലെങ്കിൽ കാർട്ടൂണും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ പാത്രം ഇല്ലാഞ്ഞിട്ടല്ല, ഈ ചട്ടിയിലായിരുന്നു ഇന്നലെ ചേട്ടാ ഈ പപ്പടം കാച്ചിയത്. അപ്പോൾ അതിൻ്റെ ബാക്കി എണ്ണ അതിലിരിപ്പുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഞാൻ കടുക് വറുത്തിട്ട് ചമ്മന്തി അങ്ങ് കടുക് താളിച്ചെടുത്തതാട്ടോ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ വീണിട്ടുമുണ്ട്. പിന്നെ ഇങ്ങനെ ചരിച്ചൊഴിക്കാനായിട്ടും ചരുവത്തിലോട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കോരി ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പകുതി പരിപാടി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. എനിക്ക് ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ കറിക്ക് ഇന്നലെ ഇന്നലെ നീലൂസും ചേട്ടായും കൂടെ രാത്രിയിൽ മീൻ വല്ലതും കിട്ടുമെന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നത്തോലിയും കുട്ടി ചൂരയും വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഇന്ന് ചൂര എടുത്ത് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയും വേണ്ട. അപ്പം ഞാനതെടുത്ത് വെള്ളത്തിലിടാനായിട്ട് പോട്ടോ. ഫ്രീസറിൽ വെച്ചുകൊണ്ട് നല്ല ഐസ് ഉണ്ടായിരുന്നേ. അത് 2 മീനുകളും കൂടി അങ്ങ് ഒട്ടിപ്പിടിച്ച് പോയി. കെട്ടിപ്പിടിച്ചിരിക്കും പോലെ വിട്ട് വരുന്നില്ല. ഞങ്ങളെ വേർപിരിക്കല്ലേ എന്നുള്ളൊരു പറച്ചിൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. 2 പൊതിയായതുകൊണ്ട് 2ഉം കൂടി ഒരുമിച്ച് അങ്ങ് ഒട്ടിപ്പിടിച്ച്. അങ്ങനെയൊക്കെയോ വലിച്ച് ഇളക്കി പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാക്കി നെത്തോലി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. നാളെ എടുത്ത് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ചൂര എടുക്കുന്നുള്ളൂ കേട്ടോ. ചൂര കറിയും വെച്ച് കുറച്ച് 2-3 പീസ് എടുത്ത് ഫ്രൈയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണ് പ്ലാനിങ്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് മൊത്തം ഇത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും എൻ്റെ മൈൻഡ് മൊത്തം ഇത് കട്ട് ചെയ്ത് പെട്ടെന്ന് കറിയാക്കി വറക്കാനും കൂടെ എടുത്തു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ പാത്രമെല്ലാം കഴുകിയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങാണ്. പക്ഷേ ഇതെല്ലാം ചെയ്ത് വന്നപ്പോൾ അടുത്തത് ഓരോന്ന് ചെയ്യാനായിട്ടുള്ള ത്വര ഇങ്ങനെ വന്നു തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ഇന്നത്തെ ദിവസം ഫുൾ ഓണായിരുന്നു. ഞാൻ ജോലി ചെയ്യാനും വീടൊതുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ. പിന്നെ പെട്ടെന്ന് എൻ്റെ മൈൻഡിലോട്ട് വന്നു, യൂട്യൂബിൽ വിജയുടെ പഴയ പാട്ടുകളുണ്ടല്ലോ, നല്ല അടിച്ചുപൊളി പാട്ടുകൾ, അതൊക്കെ ഇട്ട് കേട്ടോണ്ടിരിക്കാൻ. അന്നേരം നീലൂസ് അത് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് അവൻ്റെ കൂടെ വന്ന് നിന്ന് ഡാൻസ് കളിക്കുക കേട്ടോ.
ചുമ്മാ ഒരു രസം, ജസ്റ്റ് ഫോർ എ വൈബ്. അപ്പോൾ ചേട്ടായി ഇവിടെ ഇല്ല, ചേട്ടായി ജോലിക്ക് പോയേക്കുവാ. ഉച്ചയാകുമ്പം വരും. അപ്പോഴത്തേനും മീൻകറിയും ചോറും ഒക്കെ റെഡിയായാൽ മതിയല്ലോ. ഇനിയിപ്പം മീൻകറിയും കൂടെ റെഡിയായാൽ മതി. ഞാൻ തേങ്ങ വറുത്തരയ്ക്കുമല്ലേ, അപ്പോൾ തേങ്ങ വറക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ടാണ് ഈ വന്ന് നിന്ന് തുള്ളിയത്. അപ്പോൾ തേങ്ങ വറുത്ത് അത് സെറ്റാക്കി അത് ചൂട് പോകാനായിട്ട് ഫാനിൻ്റെ കീഴിലോട്ട് കൊണ്ടുവച്ചപ്പോഴത്തേനും ചേട്ടായി വന്നു കേട്ടോ. ജോലിയും കഴിഞ്ഞ് വന്നു. അപ്പോഴാണ് ഞാൻ മീൻ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. തേങ്ങ വറുത്ത് വെച്ചിട്ട് മീൻ കട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നേ. അപ്പോൾ മീൻ കട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേനും അതിൻ്റെ ചൂട് പോയി പെട്ടെന്നങ്ങ് അരപ്പ് ചേർത്ത് മീനങ്ങ് അടുപ്പത്ത് വെച്ചിരുന്നാൽ മതിയല്ലോ. അപ്പം ഞാൻ മീൻ കട്ട് ചെയ്തെടുക്കും കേട്ടോ. 6 എണ്ണം കിട്ടി കേട്ടോ. കുട്ടി ചൂരയാണ്, എന്നാലും 6 എണ്ണം 200 രൂപയായിരുന്നേ. 4 എണ്ണം 200 രൂപയ്ക്കാണ് ആ മാമൻ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളല്ല ചേട്ടായി നീലുസും കൂടെ ചെന്നപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട്, ഒരുപാട് സമയമായതുകൊണ്ട് പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ വേണ്ടി 6 എണ്ണം 200 രൂപയ്ക്ക് കിട്ടി കേട്ടോ. എന്തായാലും ലക്കിന് കിട്ടിയതാണ്. നെത്തോലി ഞാൻ നോക്കിയില്ല, നല്ല മീനാണോ ലാഭമുണ്ടോ എന്നൊന്നും നോക്കിയില്ല. നെത്തോലി എനിക്ക് തോന്നുന്നു 100 രൂപയ്ക്കായിരിക്കും. 100 രൂപയ്ക്കാണെങ്കിൽ ലാഭം. അപ്പം ഇങ്ങനെ അതും കിട്ടി. അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ മനസ്സിലുണ്ട്. അത് ഇനി ഈ പറഞ്ഞ പോലെ തന്നെ മൈൻഡ് മാറാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്യും വത്സ എന്ന അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ കുട്ടിച്ചൂര പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. ഞാനിതെടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെള്ളത്തിലോട്ട് ഇടുന്ന സമയത്ത് നമ്മുടെ ഓറഞ്ച് പൂച്ചക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ നീലൂട്ടൻ അവനെ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ച് അവനെ വിരട്ടി ഓടിച്ചിട്ടുണ്ട്. അവൻ ജീവനും കൊണ്ട് ഓടിപ്പോയി കേട്ടോ. നീലൂസിനെ കണ്ടു കഴിഞ്ഞാൽ പൂച്ചകളാണേലും എന്താണേലും ജീവനും കൊണ്ട് ഓടിക്കഴിയും. ഇവനാണെങ്കിൽ ഈ അലമ്പ് കാണിക്കും കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങ് വരവും. അതുകൊണ്ട് അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവൻ പോയി. ഇനി വൈകിട്ട് വരുമായിരിക്കും. അപ്പോഴും മീൻകറിയും ചോറും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അവൻ പിന്നെ ഈ ഏരിയയിലുള്ള ആളാണ് കേട്ടോ, അപ്പുറത്തെ വീട്ടിലെ ആണെന്ന് തോന്നുന്നു. എവിടെ ചെന്നാലും അവന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് ഒന്നും കൊടുക്കാതെ പോയി, ഒന്നും കഴിക്കാതെ പോയി എന്നുള്ള വിഷമമൊന്നും എനിക്ക് വരത്തില്ല. കാരണം അപ്പുറത്ത് ചെന്നാലും അവനെപ്പോൾ ചെന്നാലും ഫുഡ് കിട്ടും. അവിടുത്തെ പൂച്ചയാണെന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ മീനിൻ്റെ മുട്ട ഉണ്ടായിരുന്നേ. മീനിൻ്റെ മുട്ട വറുക്കാനായിട്ട് എടുത്തേ. പിന്നെ തേങ്ങയുടെ ചൂടൊക്കെ പോയപ്പോഴത്തേനും അതെടുത്ത് അരച്ച് പെട്ടെന്നങ്ങ് അടുപ്പയിലോട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ കാണുമ്പോഴേ ഒരു ലൈക്ക് തന്നിട്ട് കാണാൻ മറക്കല്ലേ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് വീഡിയോയ്ക്ക് കൂടുതലും വ്യൂസ് കിട്ടുന്നത് കേട്ടോ. ഞാനത് ഈ കുറച്ച് ദിവസം കൊണ്ട് മനസ്സിലാക്കി എടുത്തൊരു കാര്യമാണ്. ലൈക്ക് എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ച് വ്യൂസ് കൂടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞ് ഇടുന്നുണ്ട്. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു, പുളിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ കത്തിച്ച് അടച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുത്താൽ മതി കേട്ടോ. മീൻ ഞാൻ ഇട്ടു അതിനകത്തോട്ട് ഓൾറെഡി. ഇനി വേറെ പരിപാടി എന്ന് വെച്ചാൽ മീനൊന്ന് പുരട്ടിയെടുത്ത് വറുത്തെടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം ആയി. ചോറും നേരത്തെ റെഡിയാക്കി, അതെല്ലാം റെഡിയായി. എങ്ങനെയെങ്കിലും ജോലി തീർത്തിട്ട് പോയി കിടക്കണമെന്നുള്ള മൈൻഡാണ് കേട്ടോ ഇപ്പോഴും. പക്ഷേ ഇവിടുത്തെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ മൈൻഡ് പെട്ടെന്ന് മാറും കേട്ടോ. പിന്നെ അങ്ങോട്ട് അടുക്കള ഒതുക്കാനും, പിന്നെ അല്ലെങ്കിൽ അടുക്കള ഒതുക്കി കഴിഞ്ഞെങ്കിൽ ഹാള് തൂക്കാൻ, ബെഡ്റൂം ഒതുക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ മനസ്സ് മാറിപ്പോയി കേട്ടോ. പെട്ടെന്നാണ് മൈൻഡ് മാറിയത് എനിക്ക്. അപ്പോൾ 2-3 മീനെടുത്ത് വറുത്തിട്ട് ബാക്കിയുള്ളത് പുരട്ടിയത് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് 3 എണ്ണം മതി. ഞാൻ അധികം വറുത്തത് കഴിക്കാറില്ല. ചേട്ടായിക്കാണ് വറുത്തതും പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടം. മീനാണെങ്കിൽ വറുത്തത്, ഏത് മീനാണെങ്കിലും വറുത്തത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും കഴിഞ്ഞു. മീനും വറുത്ത് മീൻകറി അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് ഞാൻ ഒതുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. തേങ്ങ തിരുവിയെടുത്തൊക്കെ തേങ്ങ അറഞ്ചം പുറഞ്ചം ഞാൻ തിരുവിയിട്ടിട്ടുണ്ട്.
അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇനി വേസ്റ്റ് വൈകിട്ടേ കളയുന്നുള്ളൂ കേട്ടോ. വൈകിട്ട് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ഒരു ദിവസം പോകേണ്ടി വരും. ഇന്ന് രാവിലെ ഒരു സെറ്റ് കളഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇന്നലെ രാത്രിയിൽ കളയാനായിട്ട് പറ്റിയില്ല. കാരണം ഇന്നലെ രാത്രി വേസ്റ്റ് കളയാറായപ്പോഴത്തേനും നല്ലൊരു മഴ അങ്ങ് പെയ്ത്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ വിചാരിച്ച് രാവിലെ എങ്കിൽ എടുത്തുകൊണ്ട് കളയാമെന്ന്. അങ്ങനെ അത് ഇന്ന് രാവിലെ എടുത്തുകൊണ്ട് കളഞ്ഞു. പിന്നെ ഇന്നിനി മീൻ വെട്ടിയതിൻ്റെ ആ വേസ്റ്റൊക്കെ ഉണ്ട്, അതൊക്കെ വൈകിട്ട് എടുത്തുകൊണ്ട് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് അടുക്കളയിലെ. ഇനി ഞാൻ നേരെ നമ്മുടെ 2 ബെഡ്റൂം ഒതുക്കാനായിട്ട് പോകും കേട്ടോ. അത് പെട്ടെന്നുള്ളതാണ്, ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നുണ്ടായ ഒരു ഉൾവിളിയാണ്. പെട്ടെന്നൊരു എനർജിയൊക്കെ എനിക്ക് കയറി വന്നു, നല്ല മൈൻഡ് സെറ്റൊക്കെ ആയി. ബെഡ്റൂമിലോട്ട് വന്നപ്പം ബെഡ് ഒതുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുറേ ബെഡ്ഷീറ്റുകൾ ആവശ്യമില്ലാതെ ഈ അച്ഛനും മോനും കൂടെ ഓരോ ബെഡ്ഷീറ്റുകൾ എടുക്കും കേട്ടോ. ചുമ്മാ ബെഡ്ഷീറ്റ് കിടപ്പുണ്ടെങ്കിലും അത് കണ്ണിൽ കാണത്തില്ല. അലമാരയിലിരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ അതെടുത്തുകൊണ്ട് അങ്ങ് പോകും. അങ്ങനെ ഒരുപാട് ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകണം. പിന്നെ തലയാണ കവർ, പില്ലോ കവർ എല്ലാം കഴുകണം. പില്ലോ കവറെല്ലാം കഴുകിയിട്ട് കുറച്ച് അധികം ദിവസമായി കേട്ടോ. അതിൻ്റേതായിട്ടുള്ള അഴുക്കും അതിൽ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സോപ്പ് പൊടിയിൽ മുക്കി ആദ്യം വെച്ചിട്ട് വീട് തൂത്ത് വാരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബെഡ് 2 സെറ്റാക്കി കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനമാവുമേ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴുകി ഉണക്കി മാറ്റി വെച്ചതാട്ടോ. ഇപ്പോൾ ഇടുന്നത് കഴുകാറായപ്പോഴാണ് ഞാൻ ഇപ്പോൾ നമ്മൾ കഴുകാനായിട്ട് ഊരിയ എന്താ പറയുക, തലയണ കവറെടുത്ത് ഇട്ടത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയല്ലോ. അപ്പം അങ്ങനെ ആ ഒരു കടമ്പയും കൂടെ കഴിഞ്ഞു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ചെയ്യാനായിട്ട് നല്ല മടിയായിരിക്കും. ഒരു കാര്യം ബെഡ്റൂം ഒതുക്കലായാലും ക്ലീനിങ് ആയാലും ചെയ്യാനായിട്ട് നല്ല മടിയായിരിക്കും കേട്ടോ. പക്ഷേ ചെയ്ത് വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് എല്ലായിടവും വൃത്തിയായിട്ട് നീറ്റായിട്ട് കിടക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരു സംഭവം മനസ്സിൽ കണ്ടിട്ടാണ് ഈ കിടന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുമ്പം ഒരു സന്തോഷമുണ്ടല്ലോ, മനഃശാന്തി, മസാലവട അങ്ങനെയൊക്കെ പറയും പോലത്തെ ആ ഒരു സുഖം, ഒരു മനസ്സുഖം, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത്. മടിയാണെങ്കിലും ചില സമയങ്ങളിൽ അങ്ങനെ അങ്ങ് ചെയ്തു പോവും. അപ്പോൾ ബെഡ്ഷീറ്റ് വിരിച്ചു. അത് കഴിഞ്ഞ് തലയണയും സെറ്റാക്കി എടുത്തു വെച്ചു. ഇത് എത്ര നേരം ഇങ്ങനെ കിടക്കുമെന്ന് അറിയത്തില്ല. ഈ റൂമിൽ നീലൂസിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരും. എന്നാലും കുഴപ്പമില്ല, ബെഡ്ഷീറ്റൊക്കെ ക്ലീനായിട്ട് കിടക്കുവാണല്ലോ. അപ്പോൾ ഇപ്പുറത്തെ റൂമിലോട്ട് വന്നപ്പോൾ നീലൂസ് ഇവിടെ നിന്ന് കളിക്കുമായിരുന്നു കേട്ടോ. ഈ കിടക്കുന്ന തുണികളെല്ലാം കഴുകിയ തുണികളാണ് കേട്ടോ. കഴുകിയിട്ട് ഉണങ്ങിയ തുണികൾ നേരെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ബെഡിലോട്ട് അങ്ങ് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് അവിടുത്തെ തലയണ കവറെല്ലാം ഞാൻ എടുത്ത് മാറ്റുക കേട്ടോ, കഴുകാനായിട്ട് ഇടുക. ഇതെല്ലാം നല്ല രീതിയിൽ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചാലേ അഴുക്കിളകി പോകത്തുള്ളൂ. അത് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ദിവസമായി തലയണ കവർ കഴുകിയിട്ട്. പിന്നെ നീലൂസ് അവൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞപ്പം സ്റ്റാൻഡിൽ തട്ടാതെ കൊണ്ടുപോകട്ടെ. നമ്മുടെ റൂമിൽ അധികം സ്ഥലമില്ല, അപ്പോൾ ഈ സ്റ്റാൻഡ് വെക്കാനും കൂടിയിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാതിലിൻ്റെ അവിടെയാണ് സ്റ്റാൻഡ് വെച്ചിരുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഇത്തിരി പാടായിരുന്നു. അപ്പോൾ അവൻ സ്റ്റാൻഡ് തട്ടിയിടാതെ സൂക്ഷിച്ചിറങ്ങുന്ന കണ്ടപ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു ഫീലായി കേട്ടോ. അതാണ് ഞാൻ അവിടെ നിന്ന് ചിരിച്ചത്. പിന്നെ അവിടെ കുത്തിയിരുന്ന് എല്ലാ തുണികളും സെപ്പറേറ്റ് എൻ്റെയും നീലൂസിൻ്റെയും ചേട്ടായിയുടെയും സെപ്പറേറ്റ് എല്ലാം എടുത്ത് മടക്കി കേട്ടോ. സാധാരണ ഞാൻ തുണി മടക്കാനിരിക്കുമ്പം നീലൂസിനോടാണ് പറയുന്നത്, നീലൂസേ നീ നിൻ്റെ തുണികളെല്ലാം മടക്കി വയ്ക്കുമെന്നും പറഞ്ഞ് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ട് അവൻ്റെ കയ്യിലോട്ട് കൊടുക്കും. അവനാണ് എനിക്ക് അവൻ്റെ തുണികളെല്ലാം അവൻ മടക്കി തരും. ഇന്ന് എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് മടക്കി കൊടുത്തു കേട്ടോ. മടക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കൾ തുണി എടുത്തുകൊണ്ട് വന്ന് മോൻ്റെ അലമാരിയിൽ തുണി വെക്കുന്നിടത്ത് വെക്കാനായിട്ട് പറഞ്ഞു. അവനറിയാം കേട്ടോ തുണികൾ എവിടെയൊക്കെയാണ് അവൻ്റെത് വെക്കുന്നത് എന്നൊക്കെ അറിയാം. അപ്പോൾ അവൻ്റെ തുണികളെല്ലാം ഞാൻ അവൻ്റെ കയ്യിൽ അങ്ങ് എടുത്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടായിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവനോട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചേട്ടായി അവിടെ വെറുതെ ഇരിക്കുക TV കൊണ്ടുകൊണ്ട്. അപ്പോൾ ചേട്ടായിയും കൂടെ
വിളിച്ചു. ചേട്ടായിയുടെ തുണികളെല്ലാം വെക്കുന്നിടത്ത് എടുത്ത് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതാ ചേട്ടായി കയറി വന്നതാണ്. ഞാൻ പറഞ്ഞു ഇത് അങ്ങോട്ട് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി എടുത്ത് വെച്ച് കേട്ടോ. അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ, ചുമ്മാ ഇരിക്കുമല്ലേ, അങ്ങോട്ട് വെക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ തുണികളെല്ലാം പറക്കി എൻ്റെതും ചേട്ടായിയുടേതും നീലൂസിൻ്റെ എല്ലാം ഒതുക്കി പറക്കി വന്നപ്പോഴത്തേനും എൻ്റെ പരിപ്പിളവി കൈ നല്ല വേദനയുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് ചെയ്യുമ്പോഴും തുണി ഇങ്ങനെ ഒരുപാടുള്ളത് മടക്കുമ്പോഴൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് കൈ ഇപ്പം. അതായത് രമണ എന്താണെന്ന് അറിയത്തില്ല, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇനി ബെഡ് സെറ്റാക്കാനായിട്ട് പോകട്ടോ. ഇവിടെ ഉണ്ട് നീലൂട്ടൻ്റെ കുറേ സാധനങ്ങൾ, പാവകളാണേലും കളിപ്പാട്ടങ്ങളാണേലും ഒക്കെ. ബാക്കിയും കൂടെ നീലൂട്ട എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണം. ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ട് പഴയ ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ. കഴുകി ഉണക്കി മടക്കി വെച്ചേക്കുന്ന ബെഡ്ഷീറ്റ് അലമാരയിൽ നിന്ന് പോയി എടുത്തുകൊണ്ട് വരട്ടെ. ഇത് ഇത്രയും നനയ്ക്കാനുള്ള തുണികളാണ് കേട്ടോ. ഇന്നലത്തെയും ഒക്കെ ആയിട്ട് ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ട് അത്രയും തുണികളും കൂടി നനയ്ക്കാനുണ്ട്. പിന്നെ അലമാരിയിൽ കഴുകി വെച്ചിരുന്ന വേറൊരു ബെഡ്ഷീറ്റും കൂടി ഭാഗ്യത്തിന് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പം അതും കൂടി എടുത്തുകൊണ്ട് വന്ന് ഈ ബെഡിൽ അങ്ങ് വിരിച്ചു കേട്ടോ. ഇവിടെ അങ്ങനെ ഞങ്ങൾ സ്ഥിരം കിടക്കാറൊന്നുമില്ല കേട്ടോ. ഈ ബെഡിൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബെഡിൽ ഭയങ്കര ചൂടാണ്. അത് നല്ല മഴ സമയത്ത് നമുക്ക് ഈ ബെഡിൽ കിടന്നുറങ്ങാൻ നല്ല സുഖം കേട്ടോ. പക്ഷേ മഴയില്ലാത്ത സമയങ്ങളിൽ അതിപ്പോൾ ചൂടില്ല മഴയില്ല ഉണ്ടെങ്കിലും ഈ ബെഡിൽ കിടക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നല്ല ചൂടാണ്. ഈ ബെഡിൽ നിന്നുള്ള ചൂട് നമുക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അധികം കിടക്കാറില്ല. അതുകൊണ്ടാണ് ഇവിടെ അത്രയും തുണികൾ, കഴുകി ഉണക്കിയ തുണികൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്നത്. കാരണം ഇവിടെ കിടക്കണ്ടല്ലോ, അതുകൊണ്ട് അത് അവിടെ തന്നെ കിടക്കും. നമ്മൾ കിടക്കുന്ന ബെഡാണെങ്കിൽ നമ്മൾ എന്നും അവിടെ ഒതുക്കി പറക്കുമല്ലോ. തുണികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മടക്കി വയ്ക്കുകയൊക്കെ ചെയ്യും. അത് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ കണ്ടത്. അപ്പോൾ എല്ലാം ഒതുക്കിയിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ തുണികളെല്ലാം നനച്ചിടാനായിട്ട് പോയി കേട്ടോ. ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടില്ല. ബെഡ്ഷീറ്റ് നാളെ നനയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ ബെഡ്ഷീറ്റുകളെല്ലാം നനച്ച് വീട് തൂത്ത് തുടയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ നാളെ കറിയൊന്നും വെക്കണ്ട, നാളെ ചോറ് മാത്രം വെച്ചാൽ മതി. കുറച്ച് ചോറ് ഇരിപ്പുണ്ട് നാളത്തേന്. അപ്പോൾ കുറച്ചും കൂടി ചോറും വെച്ച് പിന്നെ ചീവക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ മീൻകറി ഇരിപ്പുണ്ട്, വറക്കാനുള്ളത് ഇരിപ്പുണ്ട്. അപ്പോൾ അടുക്കളയിലെ പണികളെല്ലാം പെട്ടെന്ന് തീരും. രാവിലെ ഇഡലി എടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നേ നാളത്തേനുള്ളതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ബെഡ്ഷീറ്റുകൾ നനച്ചിടാനുണ്ട്, പിന്നെ വീട് തൂത്ത് തുടയ്ക്കാനുണ്ട്, ക്ലീനിങ് ഉണ്ട്. അതുകൊണ്ട് നാളെ എന്തൊക്കെ ചെയ്യണം, എളുപ്പമുള്ള പണികളെ നാളെ അടുക്കളയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങോടെയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ മീൻകറിയും ഒക്കെ ഇരിപ്പുള്ളത് കൊണ്ട് അധികം കറികളൊന്നും വെക്കണ്ട. രാവിലെ ഇഡലി എടുക്കാനാണെങ്കിൽ അത്രയും സമയം കൂടെ ലാഭിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ തുണികൾ നേരത്തെ നമ്മളിട്ട തുണികളും പിന്നെ കുറേ തോർത്തുകളുണ്ട് കേട്ടോ. നമുക്ക് 3 പേരെ ഉള്ളെങ്കിലും കുറേ അധികം തോർത്തുകളുണ്ട് നമുക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് നനയ്ക്കണം. അതെല്ലാം ഞാൻ നേരത്തെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സോപ്പ് പൊടി മുക്കി വെച്ചിട്ട് ഞാൻ പോയിട്ട് വീട് തൂത്തു വാരിയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പെട്ടെന്ന് അങ്ങ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് ചോദിച്ചു. ഇപ്പോൾ തുണി നനയ്ക്കുമ്പോൾ തന്നെ 4:50 ആയിട്ട് 5 മണിയോ അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നങ്ങ് തുണി കഴുകിയിട്ടിട്ട് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഇന്നെന്തായാലും തല നനയ്ക്കുന്നില്ല, കാരണം ഇത്രയും സമയമായി. അടുത്ത മഴ നല്ല രീതിയിൽ മഴ പെയ്യാനായിട്ട് പോകട്ടോ. നല്ല കോളും ഉണ്ട്, ഇടയ്ക്ക് ചാറുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തല നനയ്ക്കുന്നില്ല, മേല് മാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് തുണിയെല്ലാം നനച്ച് വിരിച്ചിട്ടിട്ട് പോയി മേലും കൂടെ കഴുകിയിട്ട് വന്നാൽ രാത്രിയിലത്തേന് നല്ല പണിയുണ്ട്. രാത്രിയിലും കുറച്ച് ജോലിയുണ്ട്. കാരണം നാളത്തേനുള്ള ഇഡലിക്കുള്ള അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടേക്കുന്നു. അതരയ്ക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തിട്ടേ ബാക്കി രാത്രിയിലത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുള്ളൂ. രാത്രി ദോശ ആട്ടോ എടുക്കുന്നത്. രാവിലത്തെ ദോശ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് മാവും കൂടി ഇരിപ്പുണ്ട്. അത് രാത്രിയിലും കൂടി എടുക്കുമ്പോൾ അത് തീരും. അപ്പോൾ രാത്രി വേറെ മാവരച്ച് വെക്കണം. രാത്രി ചമ്മന്തിയും ദോശയും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയൊരു സലാഡും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി കേട്ടോ. ഞാൻ പിന്നെ ഒന്നും വ്ളോഗ് എടുത്തില്ല. ഇപ്പം തന്നെ 10-20 മിനിറ്റ് ഉള്ള വീഡിയോ ആയി കേട്ടോ. എത്ര പേര് ഫുള്ള് കാണുമെന്നൊന്നും അറിയത്തില്ല, ബോറടിക്കുമോ എന്നൊന്നും അറിയത്തില്ല.
എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വ്ളോഗൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇനിയിപ്പം തുണി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നീലൂസ് വരുന്നുണ്ട് കേട്ടോ. നീലൂസ് വന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങളവിടെ കിടന്ന് ഭയങ്കര യുദ്ധമായിരിക്കും. തുണി നനയ്ക്കാൻ മര്യാദയ്ക്ക് ഞാനിരുന്ന് തുണി നനയ്ക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് തീർത്തിട്ട് എണീക്കാമെന്ന് വെച്ചിട്ടായിരിക്കും ഞാൻ തുണി നനച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ വന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല കേട്ടോ. അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ആവും. അതുകൊണ്ട് അവിടെ കിടന്ന് യുദ്ധമായിരിക്കും കേട്ടോ. ഞങ്ങളത് പയ്യെ പമ്മി വരും കേട്ടോ വെള്ളത്തിൽ കളിക്കാനായിട്ട്. എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷേ അവന് അവിടെ തന്നെ നിന്ന് കേട്ടോ, അവൻ പോയില്ല. പിന്നെ പെട്ടെന്ന് തുണിയും നനച്ച് അവനെയും കുളിപ്പിച്ച് പിന്നെ ഞാനും കുളിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.